കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് NIT കാലിക്കറ്റിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള പുതിയ ജിമ്മിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുമോ? അക്കാഡമിക്സ് മാത്രം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരുപാട് ആളുകളല്ലേ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ക്യാമ്പസിൽ ഇത്രയും ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ, ജിം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് എക്സൈറ്റ്മെൻറ്റോടെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഇത്തരത്തിലുള്ള ക്യാമ്പസുകളുള്ള മറ്റ് ഫെസിലിറ്റീസൊക്കെ നമ്മൾ പറയുന്നതാണ്. ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. യെസ്, നിങ്ങൾക്ക് എന്ത് തോന്നി ആ ഒരു വീഡിയോ കണ്ടപ്പോൾ? വളരെ ഹൈ ക്ലാസ് ഫെസിലിറ്റിയോട് കൂടി ആ ക്യാമ്പസിൻ്റെ അകത്തുള്ള സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും അതുപോലെ മറ്റ് ആളുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന മറ്റു ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ജിമ്മാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ജിമ്മ് മാത്രമാണ് ഈ ക്യാമ്പസിലുള്ളത്? അല്ല. എല്ലാവരും പറയാറുള്ളത് NIT, IIT, എയിംസ് ഇങ്ങനെയുള്ള ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കാറുള്ള അവിടെ പഠനം മാത്രമാണ്, അക്കാഡമിക്സ് മാത്രമാണ്, വേറെ ഒരു കാര്യം അവിടെ ആരും നോക്കാറില്ല, എല്ലാവരും പഠിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് NITകളും IITകളുമാണ് ഏറ്റവും കുറവ് അക്കാഡമിക് ഡേയ്സ് ഉള്ളത്. അതായത് ഒരു ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ പറയാറുള്ളത് 4-4-4 എന്നുള്ളതാണ്. 4 months ആണ് ഒരു സെമിസ്റ്റർ എങ്കിൽ അടുത്തൊരു 1 month വെക്കേഷൻ ആണ്, അടുത്ത 4 months അടുത്തൊരു സെമിസ്റ്റർ ആണ്, അടുത്ത 3 months വെക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു ഇയറിൽ 4 months ഒരു സെമിസ്റ്റർ, 4 months മറ്റൊരു സെമിസ്റ്റർ, 4 months വെക്കേഷൻ. ഇത്രയും കൂടുതൽ വെക്കേഷൻ ഉള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേറെ എവിടെ കാണാൻ പറ്റുക? മാത്രമല്ല, ഒരു വീക്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വീക്കിൽ 5 days ക്ലാസ് ഉള്ളൂ, സാറ്റർഡേ സൺഡേ ലീവാണ്. ഇനി ക്ലാസ് ഉള്ള ദിവസങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യൂഷ്വലി സ്കൂളിൽ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കണ്ടിന്യൂസ് ക്ലാസ്സുകളല്ല, സ്ലോട്ടുകളാണ്. 1 hour സ്ലോട്ടുകളാണ്. ചിലപ്പോൾ മോർണിംഗിൽ 2 hours ക്ലാസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3 hours ഉണ്ടാവുള്ളൂ. യൂഷ്വലി ആഫ്റ്റർനൂൺ വളരെ കുറച്ച് ബ്രാഞ്ചുകൾക്ക് ക്ലാസ് ഉണ്ടാവാറുള്ളൂ. അത് തന്നെ അവസാന ഇയേഴ്സിലോട്ട് എത്തുന്ന സമയത്ത് ആഫ്റ്റർനൂൺ ക്ലാസ്സുകൾ ഉണ്ടാവാറില്ല. യൂഷ്വലി ആഫ്റ്റർനൂൺ ലാബുകളോ വർക്ക്ഷോപ്പുകളോ ഉണ്ടാവുക. അത് തന്നെ എല്ലാ ആഴ്ചയും ഉണ്ടാവാറില്ല. പല ദിവസങ്ങളോ ആഫ്റ്റർനൂൺ ലീവ് ആയിരിക്കും. ആക്ച്വലി വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു അക്കാഡമിക് ഷെഡ്യൂൾ ഉള്ളത്. പക്ഷെ എന്ന് വെച്ചാൽ അവിടെ പഠിക്കാനൊന്നും ഇല്ല എന്നുള്ളതും അല്ലെങ്കിൽ ലോഡ് ഇല്ല എന്നുള്ളതല്ല. പഠിക്കാൻ നന്നായിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഹൈ ക്ലാസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. ഫാക്കൽറ്റീസ് വളരെ എക്സ്പെർട്ട് ആയുള്ള ഫാക്കൽറ്റീസ് ക്ലാസ്സുകൾ എടുക്കും, അതെല്ലാം നടക്കും. പക്ഷേ അവിടെ ഉള്ളത് കുറച്ചും കൂടെ ഫീഡ് ചെയ്ത് പഠിപ്പിക്കുന്നതിന് പകരം നമ്മുടെ പ്രൊജക്ട്സിലൂടെയും അതുപോലെ തന്നെയുള്ള സെൽഫ് സ്റ്റഡിയിലൂടെയൊക്കെയാണ് അവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാമ്പസുകൾ നമ്മൾ സ്കൂളിലുള്ള പോലെ ഒരു ചിട്ടയായ സ്റ്റൈലിലല്ല വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാവരും അവരവരുടെ ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ക്യാമ്പസുകൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റുഡൻസിന്റെ അക്കാഡമിക്സിന്റെ കൂടെ അവരുടെ വെൽബീയിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അവരുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ ആർട്സ് പോലെയുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ സ്കില്ലുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യാൻ വേണ്ട ഫെസിലിറ്റീസ് അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് ജിമ്മ്. ഇപ്പോൾ അവിടെ NITയിൽ തന്നെ ഒരുപാട് 10-12 ഹോസ്റ്റൽസ് ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിന് ശേഷം, ഞാൻ പഠിക്കുന്ന സമയത്ത് 11 ഹോസ്റ്റൽസ് അങ്ങനെ ഉണ്ട്. ഞാൻ പോകുന്നതിന് ശേഷം വീണ്ടും പുതിയ ഹോസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെഗാ ഹോസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് 10,000-10,000 ആളുകളെ ആ ഒരു ക്യാമ്പസിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഹോസ്റ്റൽസ് അവിടെ വന്നിട്ടുണ്ട്. സോ ഈ ഹോസ്റ്റൽസിൻ്റെ അകത്തെല്ലാം വീണ്ടും അഗൈൻ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കോർട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചിലതിൽ ബാസ്കറ്റ്ബോൾ കോർട്ട്, ചിലതിൽ ബാഡ്മിൻ്റൺ കോർട്ട്, അങ്ങനെ പല കോർട്ടുകൾ ഉണ്ടാവും. എല്ലാത്തിൻ്റെ അകത്ത് ടേബിൾ ടെന്നീസ് പോലെയുള്ള അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹോസ്റ്റൽസിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഉണ്ട്. ഹോസ്റ്റൽ എല്ലാം തന്നെ ക്യാമ്പസിന് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ടുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട്, ഹോക്കി ഗ്രൗണ്ട്, അതുപോലെ തന്നെ ടെന്നീസ് ുള്ള ഗ്രൗണ്ടുകളായിക്കോട്ടെ, ബാസ്കറ്റ് ബോൾ, ഇതുപോലെയുള്ള സെപ്പറേറ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഇങ്ങനെ സെപ്പറേറ്റ് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ടുകൾ അത് വേറെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിം ഉണ്ട്, ഇങ്ങനെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല വേറെയും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ NITയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് 1-2 വർഷം മുന്നേ ഞാൻ ആക്ച്വലി നമ്മുടെ എക്സാം ബോയുടെ യൂട്യൂബ് ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. അത് ജസ്റ്റ് ഞാൻ കുറച്ച് ഫെസിലിറ്റീസ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ NIT കാലിക്കറ്റ് നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ ആകെ ഒരു NIT ആണുള്ളത്, അത് NIT കാലിക്കറ്റ് ആണ്. എല്ലായ്പ്പോഴും ടോപ്പ് 5 NITs എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വരാറുള്ള ഒരു NIT കൂടിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, എഞ്ചിനീയറിംഗ് ഡ്രീം കാണുന്നവരാണെങ്കിൽ, കേരളത്തിലുള്ള ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NIT തന്നെയാണ്. ഓൾ ഓവർ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിലും ടോപ്പ് NITs വരുന്ന ഒരു NIT ആണ്
NIT കാലിക്കറ്റ് എന്നുള്ളത്. NIT കാലിക്കറ്റ് സ്പെഷ്യാലിറ്റി വളരെ ഗ്രീൻ ക്യാമ്പസ് ആണെന്നുള്ളതാണ്. ഒരു 300-400 ഏക്കേഴ്സ് ആണ് ആ ക്യാമ്പസിന്റെ വലുപ്പം. അത് കംപ്ലീറ്റ്ലി ഗ്രീൻ ആയിക്കൊണ്ട് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ക്യാമ്പസിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ചൂടൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഗ്രീനറി ക്യാമ്പസ് ആണ് ആക്ച്വലി NIT കാലിക്കറ്റിൻ്റെത്. അപ്പോൾ ആ ക്യാമ്പസിന്റെ ഒന്ന് രണ്ട് കയറി വരുന്നിടത്തുള്ള ഫോട്ടോസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പസിന്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. വീഡിയോസ് അവിടെ നടക്കുന്ന ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഞാൻ അതിലോട്ട് കറക്കുന്നില്ല, അതിന് പകരം ഇത്തരത്തിലുള്ള എക്സ്ട്രാ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാൻ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല് എൻഹാൻസ് ചെയ്യാനുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് ക്ലബ്ബുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ റോബോട്ടിക്സ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഇങ്ങനെയുള്ള ഏരിയാസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റോബോട്ടിക്സ് പോലുള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയവർക്ക് ഒരു RIG എന്ന് പറഞ്ഞിട്ട് റോബോട്ടിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബ് അവിടെയുണ്ട്. അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ഡിഫറെൻറ്റ് പർപ്പസസിനുള്ള ഡിഫറെൻറ്റ് വിഷൻ കീപ്പ് ചെയ്തുകൊണ്ടുള്ള റോബോട്ടുകൾ അതിൻ്റെ ആ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ സ്റ്റുഡൻസിനെ ഡിസൈൻ ചെയ്യും, അവർ തന്നെ ഡെവലപ്പ് ചെയ്യും, അവർ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസിന് അക്രോസ് ഇന്ത്യയും അക്രോസ് വേൾഡും ഡിഫറെൻറ്റ് കോമ്പറ്റീഷന് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇത് പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോബോട്ടുകളും ഡിഫറെൻറ്റ് ടെക്നോളജികളും സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫാക്കൽറ്റീസ് അവരെ ഗൈഡ് ചെയ്യാനുണ്ടാവും. അതങ്ങനെ ഓരോ വർഷമുള്ള സീനിയേഴ്സായി മാറുന്ന സ്റ്റുഡൻസ് താഴെയുള്ള സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ആ കാര്യങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ അവർ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇന്ത്യയിലും പുറത്തുള്ള ഒരുപാട് കോമ്പറ്റീഷൻസിൽ. ഇനി നിങ്ങൾ ഒരു എയറോസ്പേസ് റിലേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റ് ആളാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസം, അതിൻ്റെ ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എയറോ ഓൺവേർഡ് എന്ന് പറയുന്ന മറ്റൊരു ക്ലബ്ബ് ഉണ്ട് അവിടെ. ആ എയറോ ഓൺവേർഡ് എന്ന് പറയുന്ന ക്ലബ്ബ് മെയിൻ ആയിട്ട് ഇതുപോലെ എയർക്രാഫ്റ്റുകളുടെ വർക്കിങ്ങും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്യുക, ഇതുപോലത്തെ ഒരുപാട് മിനിയേച്ചർ എയർക്രാഫ്റ്റുകൾ ഡിസൈൻ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസും ഫാക്കൽറ്റീസുമാണ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ താഴെയുള്ള ജൂനിയേഴ്സിന് ട്രെയിൻ ചെയ്യിക്കും, ഫാക്കൽറ്റീസ് അവർ ഇതുപോലെ സപ്പോർട്ട് ചെയ്യും. അവർ ഇത്തരത്തിലുള്ള പല കോമ്പറ്റീഷൻസിലും പോകും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതുപോലെ RC ഡ്രിവൺ ആയിട്ടുള്ളതും അങ്ങനെ മറ്റ് പല ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റുകൾ അവർ ഡിസൈൻ ചെയ്യാറുണ്ട്. ഇനി ഓട്ടോമൊബൈൽസ് ഇൻട്രസ്റ്റഡ് ആയ സ്റ്റുഡൻസ് ആണെങ്കിൽ റേസിംഗും സ്വന്തമായിട്ടൊരു കാർ ബിൽഡ് ചെയ്യുക, റേസിംഗ് കാർ ബിൽഡ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്, റേസിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്കുള്ള മറ്റൊരു ക്ലബ്ബാണ് ടീം അൺവേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബ്. ഞാൻ ഈ ക്ലബ്ബിൽ ഒരു മെമ്പർ ആയിരുന്നു. NIT പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലാണ് ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ഇയർ എൻഡിൽ, അതായത് സെക്കൻഡ് ഇയറിൽ കയറുന്ന സമയത്ത് പിന്നെ നെക്സ്റ്റ് 3 years നമുക്ക് ആ ക്ലബ്ബിന്റെ പാർട്ട് ആവാൻ പറ്റും. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് 2 years കണ്ടിന്യൂസ് ആയിട്ട് റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്താ വെച്ചാൽ 2 type of കാറുകൾ എവറി ഇയർ നമ്മൾ ക്യാമ്പസിനകത്ത് വെച്ച് മാനുഫാക്ചർ ചെയ്യും. സ്റ്റുഡൻസ് ഡിസൈൻ ചെയ്യും, സ്റ്റുഡൻസ് മാനുഫാക്ചർ ചെയ്യും. നമ്മൾ പല സ്ഥലത്തും അതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യും, മാനുഫാക്ചർ ചെയ്യും. അതിൽ ഒരു കാർ ഓഫ് റോഡ് പോകാൻ കാപ്പബിലിറ്റി ഉള്ളതാണ്, ഒന്ന് ഓൺ റോഡ് നമ്മുടെ F1 റേസ് ഒക്കെ പോലെയുള്ള റേസുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാറുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 different കാറുകൾ. അപ്പോൾ ഇതിന്റെ ഷേപ്പ് കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും എന്താ ഇത് ഇങ്ങനെയാണ്. അതെന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. കാരണം ഇതെല്ലാം നമ്മൾ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഓഫ് റോഡിൽ പോകുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് റോൾ ആയി കഴിഞ്ഞാലും അതിനകത്തുള്ള ഡ്രൈവർക്ക് ഒരു പ്രശ്നം പറ്റാൻ പാടില്ല, അയാൾ കംപ്ലീറ്റ്ലി സേഫ് ആണെന്ന് എൻഷുർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യുക. അത്യാവശ്യം ഹൈലി എക്സ്പെൻസീവ് ആണ്. ഒരു 4 or 5 lakhs ഒക്കെ ഒരു കാർ ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം എക്സ്പെൻസ് വരും എന്നുള്ളതാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അനുസരിച്ചിട്ട് അതിങ്ങനെ പോയി അപ് ടു എത്ര വേണമെങ്കിലും അതിന് എക്സ്പെൻസ് വരാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫോർമുല ടൈപ്പ് കാറാണ്. ഇത് കുറച്ച് ഓഫ് റോഡ് ടൈപ്പ് കാറാണ്. ഇത് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാം സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇത് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പല സമയങ്ങളാണ്. നമ്മൾ ഫുൾ കാറിന്റെ മാനുഫാക്ചറിങ് കഴിയുന്നതിന് മുന്നേ ഓരോരോ സ്റ്റേജിൽ എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് നടത്തും. ബ്രേക്കിന്റെ ടെസ്റ്റിംഗ് നടത്തും, സസ്പെൻഷൻ ടെസ്റ്റിംഗ് നടത്തും, എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ് നടത്തും, ഇങ്ങനെയുള്ള പല മാനുവറബിലിറ്റി ടെസ്റ്റിംഗ് നടത്തും, ഇങ്ങനെയുള്ള പല ടെസ്റ്റിങ്ങുകൾ നടത്തും. അതുപോലെ തന്നെ ഹൈറ്റിൽ ഒരു 1 meter ഹൈറ്റിൽ നിന്നൊക്കെ താഴേക്ക് ജമ്പ് ചെയ്തിട്ട് എല്ലാം സ്റ്റേബിൾ ആയിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ടെസ്റ്റിംഗ് നടത്തും. അങ്ങനെ ഒരുപാട് ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിഫറെൻറ്റ് ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ ടീം അൺവേർഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഇത് കോമ്പറ്റീഷൻസ്, ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് വളരെ പോപ്പുലർ ആയിട്ട് അക്രോസ് ഇന്ത്യയിലുള്ള ഒരുപാട് കോളേജുകളിൽ നിന്ന് വരുന്ന, ഇന്ത്യയിൽ മാത്രമല്ല പുറത്ത് രാജ്യങ്ങൾ വെച്ചിട്ട് നടത്തുന്ന കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മുടെ F1 റേസ് പറയുന്ന പോലെ അതിന്റെ ഫോർമുല ഭാരത് എന്നൊക്കെ പറയുന്ന പല വേർഷൻസ് ഉണ്ട്. അതുപോലെ SAE ബാഹ, BAJ എന്നാണ് എഴുതുക, SAE ബാഹ എന്ന് പറയുന്ന അങ്ങനത്തെ കോമ്പറ്റീഷൻ ഉണ്ട്. സോ ഈ കോമ്പറ്റീഷൻസിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്കും കാണാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ മറ്റൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഇയേഴ്സിൽ പോയിരുന്ന ടീമാണ്. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീമായിരുന്നു. ഇത് 1 വർഷം പോയിരുന്ന ടീമാണ്. ഇത് നെക്സ്റ്റ് ഇയറിൽ ഞങ്ങൾ പോയിരുന്ന ഒരു ടീമാണ്. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഈ കോമ്പറ്റീഷന് പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ പോകും. ഇത് ഇന്ത്യയിൽ പല സ്ഥലത്ത് വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുക. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നു. ഒരു 10 days or 20 days ഒക്കെയാണ് അവിടെ സ്പെൻഡ് ചെയ്യുക. ആ ദിവസങ്ങളിൽ പല ടെസ്റ്റുകൾ, റേസിംഗ് ഉണ്ടാവും. സോ നമ്മൾ ആ റേസിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമുക്ക് വിന്നേഴ്സ് ആയാൽ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടി പോരാൻ പറ്റും. സോ ഇതൊക്കെ ഓരോ വർഷം നമ്മുടെ റേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള സെലിബ്രേഷൻസ് ഒക്കെയാണ്. ഒരു ലാസ്റ്റ്
ലാസ്റ്റ് ഡേ ഒരു 4 hour കണ്ടിന്യൂസ് റേസ് ആണ്. ആ റേസ് കഴിഞ്ഞതിന് ശേഷമുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോസ് നിങ്ങൾ കാണുന്നത്. ഇത് ടെക്നിക്കൽ കാര്യങ്ങളാണ്. ഇനി ഇതേപോലെ ആർട്സ് റിലേറ്റഡ് ആയിട്ട് ആർട്സ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. ഇപ്പൊ ഇതവിടെ നടക്കുന്ന ആർട്സ് ഫെസ്റ്റ് ആണ്. രാഗം എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ആണ് രാഗം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഓരോ ഇയറിലും ഏറ്റവും വൈറൽ ആയിട്ടുള്ള സോങ്സിന്റെ പുറകിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും മ്യൂസിഷ്യൻസും അവർ വന്നിട്ട് ലൈവായിട്ട് കൺസേർട്ടുകൾ നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പൊ ഇതിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിന്റെ പാർട്ടായിട്ട് നടക്കാറുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രാഗം NIT കാലിക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നടക്കുന്ന ആർട്സ് ഫെസ്റ്റ് അഥവാ അവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിന്റെ വീഡിയോസും കാര്യങ്ങളും കാണാൻ പറ്റും. അതിൽ ഡിഫറെന്റ് പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസ് വന്നിട്ട് ആ പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂസ് കിട്ടും. ഇതേപോലെ തന്നെ ടെക്നിക്കൽ ഫെസ്റ്റ് നടത്താറുണ്ട്. ഒരു വർഷം ഒരു കൾച്ചറൽ ഫെസ്റ്റും ഒരു ടെക്നിക്കൽ ഫെസ്റ്റ് നടത്തും. ടെക്നിക്കൽ ഫെസ്റ്റും ഇതേപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പല കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് വരും. അങ്ങനത്തെ ഒരുപാട് ഇവന്റ്സ് ഉണ്ടാവും. 3 days നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. അതും ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് കംപ്ലീറ്റ്ലി എല്ലാം സ്റ്റുഡൻസ് തന്നെ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഉണ്ടാവാറുള്ളത്. അതിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ വന്ന് അവരുടെ സെമിനാർസ്, അവരുടെ ടോക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്റർനാഷണലി ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള സയന്റിസ്റ്റുമാരും അവരൊക്കെ നമ്മുടെ ക്യാമ്പസിലോട്ട് ആ ഒരു ദിവസങ്ങളിൽ വരും. അപ്പോൾ അവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ ഒരുപാട് മോട്ടോർ ഷോകൾ, സ്റ്റണ്ടുകൾ, കാര്യങ്ങൾ, ഇങ്ങനെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു 3 days നടക്കും എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ഒരുപാട് സെലിബ്രേഷൻസ്, എന്തൊക്കെ സെലിബ്രേഷൻസ് ഉണ്ടോ, ഇതിപ്പോ ഓണം സെലിബ്രേഷൻ ആണ്, അതുപോലെ ഹോളി സെലിബ്രേഷൻ, പൊങ്കല്, ദീപാവലി, അങ്ങനെ എന്തൊക്കെ സെലിബ്രേഷൻ ഉണ്ടോ ആ സെലിബ്രേഷൻസ് എല്ലാം ക്യാമ്പസ് നടക്കാറുണ്ട്. കാരണം NITയിലൊക്കെ അക്രോസ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സെലിബ്രേഷൻസ് അവിടെ നടക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റഡീസ് മാത്രമല്ല, അക്കാഡമിക്സ് മാത്രമല്ല, ഇത് അവിടുത്തെ ഡിഫറെൻറ്റ് കോർട്ടുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള കോർട്ടുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അക്കാഡമിക്സിന്റെ കൂടെ തന്നെ നിങ്ങളൊരു 4 years 5 years അല്ലെങ്കിൽ 6 years എത്രയാണോ നിങ്ങൾ ആ ഒരു ക്യാമ്പസിൽ പഠിക്കുന്നത്, ആ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ എല്ലാ സ്കില്ലുകളും എൻഹാൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ അക്കാഡമിക് ഫെസിലിറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം അല്ല. അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ്, അവിടുത്തെ പ്രൊഫസേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസ്, അവിടെ നടക്കുന്ന റിസർച്ചുകൾ, അവിടെ നടക്കുന്ന ഇന്നോവേഷൻസ്, അത് നടക്കുന്ന പേറ്റന്റുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന. പക്ഷെ അതേസമയം അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഹിസ്റ്ററി കീപ്പ് ചെയ്യുന്നതിന് കൂടെ തന്നെ സ്റ്റുഡൻസിന് വേണ്ട എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കോളേജിൽ തന്നെ സ്വന്തമായിട്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, അങ്ങനെയുള്ള എല്ലാ സ്പോർട്സിലും ഒക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് സ്പോർട്സ് ഐറ്റംസിൽ കോളേജിൽ സ്വന്തമായിട്ട് ടീമുകളുണ്ട്, സ്റ്റുഡൻസ് ടീമുകളുണ്ട്. ആർട്സിൽ മൈം, സ്ട്രീറ്റ് പ്ലേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ കോളേജിന്റെ ടീംസ് ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും കോളേജിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മറ്റ് കോളേജുകളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ടീമുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടി ഇത്തരം ക്യാമ്പസുകളിൽ നന്നായിട്ട് തന്നെ ഹൈലി ഇമ്പോർട്ടൻസ് കൊടുത്ത് കീപ്പ് ചെയ്യുന്നുണ്ടെന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ജീവിക്കുന്ന സമയത്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാം. കാരണം നമ്മൾ ഹോസ്റ്റലിൽ അവിടെ ഒരു കുറച്ച് വർഷങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഫെസിലിറ്റീസ് ഇത്തരത്തിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരിക്കും. ഇത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമുള്ള കാര്യമാണ്. NITകളും IITകളും പോലെയുള്ള ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമുള്ള ഫെസിലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൈവറ്റ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലൊക്കാലിറ്റി നിൽക്കുന്ന ചെറിയൊരു ബിൽഡിങ്ങിനകത്ത് നടക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. പക്ഷേ ഇവിടെ ഏക്കർ കണക്കിന് 300, 400, 700 ഏക്കറുകളിലൊക്കെയാണ് ഓരോ ക്യാമ്പസ് നിൽക്കുന്നത്. ഗവൺമെന്റ് അത്രമാത്രം ക്യാഷ് പമ്പ് ചെയ്തിട്ടാണ് ഓരോ ക്യാമ്പസുകളും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഫെസിലിറ്റീസ്, അവിടെയുള്ള ഫീച്ചേഴ്സ്, കാര്യങ്ങൾ ഒരിക്കലും നമുക്കൊരു ലോക്കൽ കോളേജുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രീം കാണുന്നത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് ഡ്രീം കാണുന്നോ ഇന്ത്യയിലെ നമ്പർ 1 കോളേജുകളിൽ, ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ എയിം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കും. അക്കാഡമിക്സിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. NITയിലും IITയിലും എത്തണമെങ്കിൽ JEE എക്സാമിനേഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എയിംസ്, ജിമ്മർ പോലെയുള്ള സ്ഥാപനങ്ങൾ എത്തണമെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഏതൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണമെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം. അത് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്ലാസ് മുതലേ സ്ട്രോങ് ആയുള്ള കോൺസെപ്റ്റുവൽ ബേസ് വേണം. അതാണ് ആക്ച്വലി എക്സാം വയലേറ്റിംഗ് ചെയ്യുന്നത്. നമ്മളിവിടെ 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിന് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് സ്റ്റുഡൻസിന് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ട കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, അവർക്ക് വേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസിൽ നിങ്ങൾ +1 +2 എത്തുമ്പോഴേക്കിന് ആ സമയത്ത് പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ അതിന് വേണ്ട പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് +2ന്റെ കൂടെ തന്നെ എൻട്രൻസ് എഴുതി ക്രാക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുക എന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയുള്ള ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിന് നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കണ്ടന്റിന്റെ കൂടെ തന്നെ അതിനെ ഒന്നും കൂടെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയോട് കൂടി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
സോ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്മുടെ ടീമിന്റെ നമ്പർ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിലോട്ടും കണക്ട് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തു, ഫ്യൂ മോർ ഡേയ്സും കൂടിയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. കാരണം ഇയർ ലോങ് ഒരിക്കലും നമ്മൾ അഡ്മിഷൻ എടുക്കാറില്ല. കാരണം നമ്മൾ ഒരു ടൈം വരെ അഡ്മിഷൻ എടുക്കും, ക്ലോസ് ചെയ്യും, എന്നിട്ട് ആ സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ട് ഫുൾ കംപ്ലീറ്റ് കോച്ചിങ് കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഒരു ട്യൂഷൻ സിസ്റ്റം പോലെ എല്ലായ്പ്പോഴും അഡ്മിഷൻ കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സിൻ്റെ അകത്ത് ഈ വർഷത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡ്രീം ഉണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, ഫ്യൂച്ചറിൽ ഒരു പ്രീമിയർ കോളേജിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സ്. നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ടീമിനെ കൂടെ ജോയിൻ ചെയ്യാം. ഇവിടെ ക്ലാസ് എടുക്കുന്ന മുഴുവൻ ഫാക്കൽറ്റീസും IIT-കളിൽ നിന്നും NIT-കളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തുള്ള ആളുകളാണ്. സോ ഈ ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് ലീഡ് ചെയ്യുന്ന, അവരുടെ കൂടെ പഠിക്കാൻ പറ്റുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക, ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ. ഓക്കെ, താങ്ക് യു.